അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം വല്ലാതെ സങ്കടമുണ്ടാക്കുന്നൊരു സംഭവമുണ്ടായി. മിദിലാജ് എന്ന് പറയുന്നൊരു പൊന്നുമോൻ, ആ പൊന്നുമോൻ മരണപ്പെട്ടു പോയി എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത. നമുക്കറിയാം, ഇതൊരു റബീഉൽ അവ്വൽ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന അതിൻ്റെ വേളകളിലൂടെ കടന്നു പോകുന്നൊരു സമയം. എന്നാൽ അതുപോലെ കഴിഞ്ഞ വർഷം റബീഉൽ അവ്വൽ 12-ന് മിദിലാജ് എന്ന് പറയുന്ന പൊന്നുമോന് ഒരു സൈക്കിൾ സമ്മാനമായി കൊടുത്തു. മറ്റൊന്നിനുമായിരുന്നില്ല, സുബൈക്കടക്കം എല്ലാ നിസ്കാരങ്ങളും മുടങ്ങാതെ നിസ്കരിച്ചതിൻ്റെ പേരിലാണ് സമ്മാനമായി കൊണ്ട് അവിടെയുള്ള ഉസ്താദുമാർ മറ്റുമൊക്കെ ആ പൊന്നുമോനൊരു സൈക്കിൾ സമ്മാനമായി കൊടുത്തത്. ആ ഒരു പൊന്നുമോൻ്റെ മരണശേഷം ആ ഒരു ചിത്രം കാണുമ്പോൾ മനസ്സു വല്ലാതെ പിടഞ്ഞു പോകും. കാസർഗോഡ് ആലമ്പാടിയിലാണ് ഒരു സംഭവം ഉണ്ടായത്. വൈകുന്നേരം 5 മണിയോടുകൂടി വീടിനടുത്തുള്ള തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടുകൊണ്ടാണ് ആ പൊന്നുമോൻ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായത്. അള്ളാഹു പൊന്നുമോന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ആ പൊന്നുമോൻ്റെ കബറിടം വിശാലമാക്കട്ടെ. നോക്കൂ, ഈ വർഷം കടന്നു വരുന്ന നബിദിനാഘോഷത്തിനും ഒരു പക്ഷേ ആ മകൻ സമ്മാനം വാങ്ങാൻ വേണ്ടി കുറിച്ചിട്ടുണ്ടാകും. അത് കാത്തു നിൽക്കാതെയാണ് ആ പൊന്നുമോൻ മരണത്തിലേക്ക് യാത്രയായത്. ആ പൊന്നുമോനെക്കുറിച്ച് ഫാറൂഖ് ബെള്ളൂരെടുക്ക എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കുറിപ്പുകൾ എഴുതി. പുഞ്ചിരി തൂകി ഇനി മിദിലാജ് മോൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നത്. നശ്വരമായ ലോകത്തു നിന്നും അനശ്വര സ്വർഗത്തിലേക്ക് സ്വർഗീയ മാലാഖയുടെ ചിറകിലേറി ഞങ്ങളുടെ പൊന്നുമോൻ മിദിലാജ്, എൻ്റെ കാക്കയുടെ മകൻ, പറന്നകന്നിരിക്കുന്നു. മോനെ, നീ ഉമ്മയുടെ കയ്യും പിടിച്ച് സുബഹി നമസ്കാരത്തിന് മുടങ്ങാതെ നടന്നു വരുന്നത് ഞങ്ങൾ കാണാറുണ്ട്. ബാക്കിയുള്ള നമസ്കാര സമയത്തും നീ ആദ്യ സ്വഫിൽ തന്നെ ഉണ്ടാവും. വെള്ളത്തൊപ്പിയും കന്തൂറയും ധരിച്ച് പുഞ്ചിരി തൂകിയ നിന്നെ സലാം പറയാനും മടക്കാനും കുശലം പറഞ്ഞിരിക്കാനും ഞങ്ങൾക്ക് പള്ളിയിലും നാട്ടിലും ഇനി നീ ഉണ്ടാവില്ലല്ലോ മോനെ. ഇന്ന് വൈകുന്നേരം പാടിച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട് നമ്മെ വിട്ട് പിരിഞ്ഞ പ്രിയ അനുജൻ മിദിലാജ് ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാക്കി അവൻ യാത്രയായി. കഴിഞ്ഞ വർഷത്തെ നബിദിന പരിപാടിയിൽ നിന്ന് ഉസ്താദ് മുടങ്ങാതെ എല്ലാ ദിവസവും സുബഹിക്ക് വന്നവർക്കുള്ള സമ്മാനത്തിന് അർഹനായതിന് നിന്റെ പേര് വിളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെപ്പോലെ തന്നെ സന്തോഷക്കണ്ണീർ കൊണ്ട് ആ വാർത്ത കേട്ടത് നിന്റെ ഉമ്മയായിരിക്കും. ഈ സ്നേഹവും തലോടലും മാത്രം മതി ഉമ്മയ്ക്ക് ആരായിരുന്നു നീ എന്ന്. ആ ഉമ്മാക്ക് അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അവനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ മാസത്തിൻ്റെ മഹത്വം കൊണ്ട് അവൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. മനസ്സിന് ഇപ്പോഴും മരവിപ്പ് മാറിയിട്ടില്ല. അവൻ്റെ പുഞ്ചിരി തൂകിയുള്ള ചിരി മനസ്സിനൊന്നും മായുന്നില്ല. അവൻ ഇനി ഈ ലോകത്തേക്ക് തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തെക്കുറിച്ച് അവൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കിയാക്കി അവൻ അള്ളാഹുവിലേക്ക് മടങ്ങി. പടച്ചവൻ്റെ വിധി നമുക്ക് മാറ്റാൻ സാധിക്കില്ലല്ലോ. മഗ്ഫിറത്തും അർഹമത്തും നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുകയാണ്. നോക്കൊരു നാടിനെ മുഴുവനും സങ്കടക്കടലിൽ ആഴ്ത്തിക്കൊണ്ടാണ് ആ മകൻ യാത്രയായിരിക്കുന്നത്. നമുക്കറിയാം, മുങ്ങിമരണങ്ങളെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഷഹീദിൻ്റെ, അതായത് രക്തസാക്ഷിത്വത്തിൻ്റെ മരണങ്ങളിൽപ്പെട്ട ഒന്നാണ്. മുങ്ങി മരിക്കുക എന്ന് പറയുമ്പോൾ സ്വയം വെള്ളത്തിലേക്ക് ആത്മഹത്യയ്ക്ക് വേണ്ടി ചാടി മരണപ്പെടുക, ആ രീതിയിലേക്കുള്ള മരണമല്ല. നേരെ മറിച്ച് അബദ്ധവശാൽ മുങ്ങി മരണപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. അത്തരത്തിൽ മരണപ്പെട്ടു പോകുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർക്ക് ഷഹീദിൻ്റെ പദവിയുണ്ടെന്നാണ്. ഈ അടുത്ത കാലത്തായി നിരന്തരമായി കേൾക്കുന്ന വാർത്തയാണ് ഇത്തരത്തിൽ കുട്ടികളൊക്കെ, കൊച്ചുകുട്ടികളൊക്കെ മുങ്ങി മരണപ്പെട്ടു പോകുന്ന വാർത്തകളൊക്കെ. ഇത്തരം മരണവാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്ന സമയങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ പലപ്പോഴും മാതാപിതാക്കൾ അതിന് പലപ്പോഴും ശ്രദ്ധ കൊടുക്കാറില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അവർ ജാഗ്രത പാലിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജാഗ്രത കുറവും നമ്മുടെ അശ്രദ്ധയും കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം മരണങ്ങളൊക്കെ സംഭവിക്കാറുള്ളത്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ചില മഹല്ല് കമ്മിറ്റികൾ വളരെയധികം മനോഹരമായി കൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതായത് നിസ്കാരത്തിനായി മുടങ്ങാതെ പള്ളിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് സമ്മാനമായി കൊണ്ട് സൈക്കിളൊക്കെ കൊടുക്കുന്ന ഒരു പ്രവർത്തനം തീർച്ചയായും വളരെയധികം അഭിനന്ദിക്കേണ്ട ഒരു പ്രവർത്തനം തന്നെയാണത്. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കും അതൊരു പ്രചോദനമായി കൊണ്ട് അവർക്കും നിസ്കരിക്കാനുള്ള ആ ഒരു ആവേശം ഉണ്ടാവുകയാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം റബീഉൽ അവ്വലിന്, അതായത് നബിദിനത്തിൻ്റെ അന്ന് നിഹാൽ എന്ന് പറയുന്ന ഒരു മകനും ഇതുപോലെ തുടർച്ചയായിക്കൊണ്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ എത്തിയതിൻ്റെ പേരിൽ സൈക്കിളൊക്കെ സമ്മാനമായി കൊടുത്തിരുന്നു. ആ വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം. സമ്മാനവിതരണമാണ്. ഇന്നലെ മുതൽ എല്ലാവരുടെയും കണ്ണ് 2 സൈക്കിളിലായിരുന്നായിരുന്നു. സൈക്കിൾ ആര് ഓടിക്കുമെന്നുള്ളതാണ്. അതിന് 1620 ജമാഅത്ത് നടന്നത് 1452 പോയിന്റുകളുണ്ട്. 1620 ജമാഅത്ത് നിസ്കാരത്തിൽ 1452 പോയിന്റ് നേടിക്കൊണ്ട് കുട്ടികൾ പേര് പറയട്ടെ, പറയല്ലേ, ആരും ബോധം കൊടുക്കല്ലോ. 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നിഹാൽ. ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത, ഒരൊറ്റ സുബഹി ജമാഅത്ത് മുടങ്ങാറില്ല.
4:20 ബാങ്കാണെങ്കിലും ആ ജമാഅത്തിൽ കുട്ടി കൃത്യമായിട്ട് പങ്കെടുക്കും. സ്കൂളിലുള്ള സമയത്ത് ളുഹർ മാത്രമേ മുടങ്ങുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയത്തും ജമാഅത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ്. ആരും കണ്ണു വിളിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അവനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആ വിദ്യാർത്ഥിക്ക് വേണ്ടി സൈക്കിൾ നൽകുകയാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നിഹാൽ എന്ന വിദ്യാർത്ഥിയെ അതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ഉപ്പയേക്കാൾ കൂടുതൽ ഉമ്മയാണ്, അല്ലെ? കാരണം സുബൈക്ക് നമുക്കറിയാം, ഒരു കുട്ടിയെ രാവിലെ മദ്രസയിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് എണീപ്പിക്കാനുള്ള കഷ്ടപ്പാട്. ആരൊക്കെ മദ്രസയാണെങ്കിൽ 6 മണിക്ക് തന്നെ വിളിക്കാൻ എണീക്കൂല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയാണ് സുബൈക്ക് 4:20 നടക്കുന്ന ജമാഅത്തിലേക്ക് ഒരു ഉമ്മ വിളിച്ചു നടത്തുന്നത്. അതുകൊണ്ട് ആ ഉമ്മയാണ് ഈ സമ്മാനത്തിന് ഏറ്റവും വലിയ അർഹതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി നിഹാലിനെയും അതേപോലെ തന്നെ നിഹാലിന്റെ ഉപ്പ അംസക്ക എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അംസക്ക കമ്മിറ്റി ഭാരവാഹികളൊക്കെ മുന്നിൽ കാരണം കുട്ടിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി അനുവദിച്ചിരുന്നത്. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട നിൽക്കാം. കമ്മിറ്റി കൈമാറട്ടെ. ആഘോഷ കമ്മിറ്റിക്കാരുടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ ജമാഅത്ത് നടന്ന സമ്മാനത്തിന് അർഹനായത് നിഹാൽ തന്നെയാണ് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇത് സംഭാവന നൽകിയ, ഇതിനുവേണ്ടി സംഭാവന നൽകിയ ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത വർഷം ഇതേപോലെ വാങ്ങാൻ തൗഫീഖ് അല്ലാഹു തആല എല്ലാ വിദ്യാർത്ഥികളും, മദ്രസ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ മഹല്ല് കമ്മിറ്റികളും മാതൃകയാക്കേണ്ടതുണ്ട്. കൊലപാതകവും കൊള്ളയും ലഹരിമരുന്നും അഹിംസയും ഒക്കെ നിറഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മനോഹരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ കുട്ടികളെ നമുക്ക് നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഇതോടൊപ്പം ഞാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ ഒരു മെയിൻ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അൻസാർ വൈദ്യർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇതുപോലെ തൻ്റെ മക്കൾക്ക് 41 ദിവസം മുടങ്ങാതെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സൈക്കിൾ സമ്മാനമായി വാങ്ങിത്തരാമെന്നുള്ള ഒരു മനോഹരമായ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു പോസ്റ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അദ്ദേഹം തുടക്കത്തിൽ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കുറിപ്പ് തുടങ്ങി വെക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് രാത്രികാലങ്ങളിലുള്ള തഹജ്ജുദ് നിസ്കാരം 41 ദിവസം രാത്രി 12 മണി മുതൽ 4 മണി വരെയുള്ള ഏതെങ്കിലും സമയത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ സൈക്കിൾ വാങ്ങി നൽകാമെന്നായിരുന്നു. എന്നാൽ ഒരു ദിവസം പോലും അവർ നിസ്കാരത്തിന് മുടക്കം വരുത്താതെ 41 ദിവസത്തിന് ശേഷം അവർ എൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് എന്നോട് ഞാൻ വാഗ്ദാനം ചെയ്ത കാര്യം അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഞാൻ അവർക്ക് നൽകിയത് നിരാശയായിരുന്നു. മക്കളെ, ഇപ്പോൾ ഉപ്പാടെ കയ്യിൽ പൈസയില്ല, പിന്നീട് ആലോചിക്കാമെന്നായിരുന്നു. എന്നാൽ അവർ നൽകിയ മറുപടി മാഷാ അല്ലാ എനിക്കൊരുപാട് സന്തോഷം നൽകി. അവർ പറഞ്ഞത് സാരമില്ല ഉപ്പ, അത് കുഴപ്പമില്ല എന്നായിരുന്നു. അതൊരു പരീക്ഷണമെന്ന നിലയിലാണ് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത്. സത്യത്തിൽ ഞാൻ കരുതി അവരുടെ നിലപാട് അവർ മാറ്റം വരുത്തുകയും അവരിനി നിസ്കാരം തുടർന്ന് പോകുകയില്ല എന്നുമാണ്. എന്നാൽ എൻ്റെ ഹൃദയത്തെ ഏറെ സന്തോഷിപ്പിച്ചുകൊണ്ട് സൈക്കിൾ ഇനി ഉപ്പ വാങ്ങി നൽകില്ല എന്നവർ മനസ്സിലാക്കിയിട്ടും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവർ രാത്രികാല നമസ്കാരം തുടർന്നു പോന്നു. ഇന്നേക്ക് 58 ദിവസമായി പനി ബാധിച്ചപ്പോഴും അവർ നിസ്കാരം മുടക്കിയില്ല. അൽഹംദുലില്ലാ, ഇനി അവരുടെ ആഗ്രഹം നിറവേറ്റാതിരിക്കുക എന്നത് ശരിയല്ല. അവരിപ്പോൾ സൈക്കിൾ മോഹിച്ചല്ല, രാത്രികാല നിസ്കാരം നിർവഹിക്കുന്നവർക്ക് അവർക്ക് അള്ളാഹുവുമായി മാറ്റി നിർത്താൻ സാധിക്കാത്ത തരത്തിൽ വലിയ ആത്മബന്ധം ഉടലെടുത്തിരിക്കുന്നു. ഇനി അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്നതിന് എൻ്റെ മുന്നിൽ യാതൊരു തടസ്സവുമില്ല. എൻ്റെ ഉത്തരവാദിത്തം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം ഏറെ അഭിമാനത്തോടുകൂടിയും നിർവഹിക്കുന്നു. അള്ളാഹു അവനിഷ്ടപ്പെടുന്ന നല്ല മക്കളായി, നല്ല മനുഷ്യരായി സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലും നാളെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലും ഇവരെയും നമ്മുടെ എല്ലാവരുടെയും മക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു മനോഹരമായ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുകയാണ്. ഇത്തരം മനോഹരമായ പ്രവർത്തനങ്ങൾ കഴിവിൻ്റെ പരമാവധി എല്ലാ മഹല്ല് കമ്മിറ്റികളും അതോടൊപ്പം എല്ലാ മാതാപിതാക്കളും കഴിയുന്നവരെ കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹത്തായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ. ആ മരണപ്പെട്ടു പോയ പൊന്നുമോൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. ആ പൊന്നുമോനെ സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ.